ബഹുമാനികളായ അധ്യക്ഷരെ, മറ്റു ആലിമീങ്ങളെ, ബഹുമാനികളായ ദീനിന്റെ നായകന്മാരെ, ഉമ്മമാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചുകൂടിയത് സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെട്ടത് മുഅഖിറത്തുമായ മൗഖിറത്തിന് അല്ലാഹു തആല ഈ സദസ്സിനെ ഉപയോഗിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു അവന്റെ മുഹബ്ബീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം വളരെ നേരത്തെ തന്നെ റബ്ബിന്റെ തൗഫീഖിനാൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിലും ട്രാഫിക്കിലും മണ്ണും മറ്റുമൊക്കെ വന്ന ചില അസൗകര്യങ്ങൾ കൊണ്ട് ഒരൽപ്പം നേരം വൈകിയതാണ്. നിങ്ങൾ ക്ഷമിക്കണം എന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എങ്കിലും വളരെ ഹൈറായ നസീഹത്തുകൾ ഈ സദസ്സിൽ നടന്നു കഴിഞ്ഞു. ഞാൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അകക്കണ്ണുള്ളവർക്ക് കാണാവുന്ന വിധത്തിൽ ദീനിനെ വളരെ ഗൗരവമായ ഒരു മസ്ലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മാർഗം, ഒരു പന്ഥാവ്. ദീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് വരുന്നതും നിലനിൽക്കുന്നതും ദീൻ ആവശ്യമുള്ളവർക്ക് നേടിയെടുക്കുന്നതുമായ വളരെ അകക്കണ്ണുള്ളവർക്ക് കാണാവുന്ന വളരെ സുന്ദരമായ ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്തെന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ അന്ത്യം വരെയും, അതായത് ഈമാൻ നിലനിൽക്കാൻ അല്ലാഹു മനുഷ്യരാശിയിൽ ഉദ്ദേശിക്കുന്ന കാലം വരെയും അല്ലാഹു അവന്റെ വെളിച്ചം ഖൽബിന് നൽകിയ, അവനുമായി ഗാഢമായ ബന്ധമുള്ള ചില മനുഷ്യരെ ഭൂമിയിൽ നിർത്തിക്കൊടുക്കുന്നു എന്നതാണ്. ഇതാണ് ഈമാനിന്റെയും ഹിദായത്തിന്റെയും വഴിയും രഹസ്യവും. പക്ഷെ പലപ്പോഴും പല മനുഷ്യർക്കും ഇത് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ കാര്യം എപ്പോഴും അങ്ങനെയാണ്. എന്തൊരു കാര്യം നിർവഹിക്കുമ്പോഴും മുനാഫിഖിനും കുഫറിനും അഹ്ലുൽ കുഫറിനും പഴുതുകളുണ്ടാക്കി രക്ഷപ്പെടാനുള്ള വഴിയും അല്ലാഹു അവിടെ ഒരുക്കി കൊടുക്കും. ആ പഴുതുകളിലൂടെ ദുർന്യായം പറഞ്ഞ് അവർ നീങ്ങും. അവർക്ക് അവരുടേതായ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞതുപോലെ അവരവർ കണ്ടെത്തിയിട്ടുള്ള ചില ചിന്തകളിൽ വ്യാപകരാവുകയും അതിൽ സന്തുഷ്ടരാവുകയും ചെയ്യും. അപ്പോൾ അവർക്കാകട്ടെ യഥാർത്ഥ ദീനിലേക്ക് ചേർന്ന് നിൽക്കാനൊക്കെ കഴിയുകയും ഇല്ല. ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. ഈ മഹത്തുക്കളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ദീനിന്റെ അടിത്തറയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ പോയ പന്ഥാവാണ് സത്യത്തിൽ ദീനിന്റെ മാർഗം. അല്ലാതെ ഒരിക്കലും അത് ഗ്രന്ഥത്തിന്റെ മാർഗമല്ല. ഗ്രന്ഥത്തിന്റെ അവലംബിക്കുന്നത് തെറ്റാണെന്ന് ഈ പറയുന്നതിന് അർത്ഥമില്ല. ഗ്രന്ഥം മർമ്മമാണെങ്കിലും ഗ്രന്ഥം ആത്യന്തികമായ ഒരു മർമ്മമല്ല. എന്തുകൊണ്ട്?
അതിന് രണ്ട് ന്യായങ്ങൾ വളരെ യഥാർത്ഥമായി നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, മനുഷ്യരാശിയെ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനസ്സലായ ടെക്സ്റ്റ് എന്ന നിലയിൽ 8 ആൾക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. 100 ഏടുകൾ 4 ആൾക്ക്, 4 കിതാബുകൾ 4 ആൾക്ക്. അപ്പോൾ മുനസ്സലായ ഒരു ടെക്സ്റ്റ്, ആകാശത്ത് നിന്ന് ഇറക്കിപ്പെട്ട ഒരു ടെക്സ്റ്റ് എന്ന നിലയിൽ 10 ആൾക്ക് പോലും കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയത് 8 ആൾക്ക്. അത് സയ്യിദ്ന ആദം, സയ്യിദ്ന സയ്യിദ്ന ഇദ്രീസ്, സയ്യിദ്ന ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇത്തരം ആളുകൾക്കാണ് അല്ലാഹു ഏട് നൽകിയത്. കിതാബുകളാകട്ടെ അത് ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ അലൈഹിസ്സലാം, സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാം, സയ്യിദ്ന ഈസ, സയ്യിദ്ന മുഹമ്മദ് മുസ്തഫ. ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ടെക്സ്റ്റ് ലഭിച്ചവരിൽ റസൂലല്ലാത്തവർ പോലും ഉണ്ട്. മുനസ്സലായ ടെക്സ്റ്റ് ലഭിച്ചതിൽ ഒരാൾ സയ്യിദ്ന ആദമാണ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രധാന അഭിപ്രായ പ്രകാരം സയ്യിദ്ന ആദം അലൈഹിസ്സലാം നബി മാത്രമാണ്, റസൂലല്ല. ചിന്തിക്കും. പിന്നെ മുനസ്സലായ ടെക്സ്റ്റ് ലഭിച്ച മറ്റൊരാൾ സയ്യിദ്ന ദാവൂദാണ്. ദാവൂദ് റസൂലാണെങ്കിലും അലൈഹിസ്സലാം ഉലുൽ അസ്മിൽ അംഗമല്ല. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയിൽ പ്രധാനമായും അവരിൽ ദീൻ, അവർക്ക് ദീൻ നൽകാൻ വളരെ ഇഷ്ടമുള്ളവനാണ് അല്ലാഹു. അവന്റെ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ് അല്ലാഹു. അവന്റെ അടിമകൾ നേർമാർഗത്തിലാകാൻ താല്പര്യമുള്ളവനാണ് അല്ലാഹു. സ്വർഗത്തിന് നരകത്തിന് 7 വാതിൽ ഉണ്ടാക്കിയപ്പോൾ സ്വർഗത്തിന് 8 വാതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? സ്വർഗമാണ് അല്ലാഹുവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അടിമകൾ നന്നാകാൻ വളരെ താല്പര്യമുള്ളവനാണ് അല്ലാഹു. ചിന്തിക്കും. തിന്മയുടെ വഴിയെ പോയാൽ പോലും തൗബ വഴി അവനെ നന്മയിലേക്ക് ചേർത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. അത് റൂഹ് തൊണ്ടയിലെത്തുന്നത് വരെയും അതിന്റെ വഴി നടന്നുകൊണ്ടിരിക്കും. അന്ത്യനാളിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെയും അതിന് പുറത്തു കൊടുക്കുന്ന നേരത്തെ റബ്ബ് ചിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ അബ്ദ് നന്നായി തീരാൻ വളരെ താല്പര്യമുള്ളവനാണ് അല്ലാഹു. അങ്ങനെയുള്ള റബ്ബ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ നന്നാകാനുള്ള പ്രധാനപ്പെട്ട മാർഗം ഗ്രന്ഥമായിരുന്നുവെങ്കിൽ വളരെ ചിന്തിക്കുക. ഒരിക്കലും അല്ലാഹു തആല ഈ 8 എന്നതിൽ ഗ്രന്ഥത്തെ പരിമിതപ്പെടുത്തുകയില്ല. അതിനേക്കാൾ വളരെ ഗൗരവമായ ഒരു ചിന്ത, ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്ന് അല്ലാഹു തന്നെ നിശ്ചയിച്ച ജനത ഇന്നും നല്ലവരുമല്ല. അഹ്ലുൽ കിതാബ്, യഹൂദികളെ അഹ്ലുൽ കിതാബ് എന്ന് പറയും. അവരിന്ന് പക്ക ശിർക്കിലാണ്. വളരെ ചിന്തിക്കണം. യഹൂദികൾക്ക് സംഭവിച്ചു പോയത് അവർ എന്താണ് ചെയ്തത്? യഹൂദികൾ ഗ്രന്ഥത്തിന്റെ ആളുകളായി ചമഞ്ഞു. ഗ്രന്ഥത്തെ വെട്ടുകയും തിരുത്തുകയും ചെയ്ത് സ്വാംശീകരിച്ചു. ഗ്രന്ഥത്തെ പരമാവധി ഞങ്ങൾ ഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് വരുത്തി. മഹാന്മാരെയോ അവർ ധിക്കരിച്ചു. മഹാന്മാരെ പരമാവധി അവർ കൊലപ്പെടുത്തി. അവർ ശിർക്കിലേക്ക് തള്ളപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നും അവരുടെ പേര് ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്നാണ് അഹ്ലുൽ കിതാബ്. വളരെ നമ്മളിൽ ചിന്തിക്കണം. ഖുർആൻ ബഹുമാനപ്പെട്ട ഫാത്തിഹ ഗ്രന്ഥത്തെ അവലംബിക്കാനല്ല നമ്മോട് പറഞ്ഞത്. പറഞ്ഞത് ഗ്രന്ഥത്തെയാണ്. ഗ്രന്ഥം മർമ്മവുമാണ്. പക്ഷേ ഗ്രന്ഥത്തിൽ പോലും പറഞ്ഞത് ഗ്രന്ഥത്തെ അവലംബിക്കുക എന്ന നിലക്കല്ല, ഗ്രന്ഥത്തെ സ്വീകരിച്ച മഹാന്മാരെ അവലംബിക്കുക എന്ന നിലക്ക് ചിന്തിക്കും. അപ്പോൾ നമ്മളെ തല കൊടുത്തിട്ട് മനസ്സിലാക്കണം.
അല്ലെങ്കിൽ എന്താണ് ഈ ഉറൂസ്? എന്ത് മഹാന്മാരുടെ പിന്നിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് എന്ത് എന്തൊക്കെയുള്ള ഡൗട്ട് ഇന്ന് സ്വാഭാവികമായും നമ്മൾ ആളുകൾക്ക് പോലും മനുഷ്യർ ഇങ്ങനെ അമല് കൊണ്ട് രക്ഷപ്പെടാനുള്ള പരുവത്തിലും തിരക്കിലുമാണ്. ഒരിക്കലും അമല് കൊണ്ട് മനുഷ്യർ രക്ഷപ്പെടുകയുമില്ല. മുത്തുനബി പറഞ്ഞു എന്തൊരു വർത്തമാനമാണ്. ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടുകയേ ഇല്ല എന്ന് പുണ്യവസ്തു ലന്നും ലായും തമ്മിൽ വ്യത്യാസമില്ല. ലാ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിഷേധമാണ്. ലൻ ചെറിയ നിഷേധമാണ്. ഈ ഇമാം നബവി തങ്ങൾ കൊടുക്കുന്നത് ഒരു മധ്യനില സ്വീകരിക്കുക. കൂടും വേണ്ട, കുറയും. ബാബുൽ അമൽ, അമലിൽ മധ്യനിലപാട് സ്വീകരിക്കുക എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് രണ്ടാം ശാഫിഈയായ ഇമാം നബവി തങ്ങൾ കൊടുത്തിട്ടുള്ളത്. എത്ര ഉണ്ടെങ്കിലും നേരം വൈകി വന്നവരോട് ഒരു ദേഷ്യം സ്വാഭാവികമാണ്. എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി എന്നോട് ആവശ്യപ്പെടുന്നു, ഉണർത്തുന്നു. നിങ്ങൾ ഇങ്ങോട്ട് കൂടെ വരണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവും ഞാനിവിടെ റബ്ബിന്റെ സഹായത്താൽ ചെയ്യുന്നത് ഒരു വാതിൽ തുറന്നു വെക്കുകയാണ്. ഈ വാതിൽ നമുക്ക് ഉപകരിക്കും എന്നാണ് എന്റെ വീക്ഷണം. തൗഫീഖ് തരട്ടെ. വളരെ വളരെ ചിന്തിക്കണം. നേരെ ചൊവ്വെ ജീവിക്കുക, മധ്യമായ അമലും ചെയ്യുക. അമലിൽ മധ്യനിലപാട് സ്വീകരിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം ഒരു മനുഷ്യനും അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാബുൽ ഇഖ്തിസാനി ഫിൽ അമൽ എന്ന അധ്യായത്തിൽ റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നഹു ലയൻജു അഹദുകും ബിഅമലിഹി. ഇങ്ങനത്തെ ഒരു വാക്ക് ഈമാനെ പറ്റി പറഞ്ഞിട്ടേ ഈമാനെ കൊണ്ട് രക്ഷപ്പെടുന്നു. ഇന്ന് മനുഷ്യൻ അമൽ കൊണ്ട് രക്ഷപ്പെടാനുള്ള തിരക്കിലാണ്. അത് മനുഷ്യന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അമൽ കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല എന്ന് അമൽ ലോകത്തെ പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയുന്നു. എന്നാൽ അമൽ വലിയ കണ്ണിലെ ആണ്. ഈമാനുള്ളവർക്ക് വലിയ കാര്യമാണ്. ഈമാനാണോ? ഈമാൻ എവിടെ കിട്ടും? ഈമാൻ ലഭിക്കുന്നത് മസ്ലത്തിൽ നിന്നാണ്, മാർഗത്തിൽ നിന്ന് ലഭിക്കും. മാർഗം അതാണ് വളരെ പ്രധാനം. ആരുടെ മാർഗം? അല്ലാഹു മനുഷ്യരെ നന്നാക്കാൻ ടെക്സ്റ്റായി ഇറക്കിയത് 8 ആളുകൾക്ക്. എന്നാൽ മനുഷ്യരെ നന്നാക്കാൻ നേരിട്ട് തീരുമാനിച്ചത് 1,24,000 ഏറെയാണെന്നും അഭിപ്രായം. അമ്പിയാക്കൾ മനസ്സിലായ ടെക്സ്റ്റ് കിട്ടിയതോ? അമ്പിയാക്കളോ? അമ്പിയാക്കൾ ഏറ്റവും ചെറിയ അഭിപ്രായം 1,24,000. പിന്നെയുണ്ട് അഭിപ്രായം. ചിന്തിക്കുക, ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മനുഷ്യരുടെ നന്നാവലിന്റെ മാർഗമെന്ന് അതിന്റെ പ്രധാനപ്പെട്ട മാർഗം മനുഷ്യർ തന്നെയാണ്. ഈ ഗ്രന്ഥം ഖുർആനാണെങ്കിൽ പോലും മനുഷ്യരുടെ കയ്യിലുണ്ടാവുമ്പോഴേ മനുഷ്യർ നന്നാവും. ഗ്രന്ഥത്തിന് വേണ്ടിയല്ല ഒന്നാം പ്രമാണമായി സയ്യിദുനാ ഇബ്രാഹിം ദുആ ചെയ്തത് മനുഷ്യന് വേണ്ടിയാണ്. അൻസിൽ ഫീഹിം കിതാബൻ അങ്ങനെയല്ല,
ربنا وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك. അത് റസൂലിന്റെ ധർമ്മമാണ്. അല്ലാഹു ചെയ്യണമെന്നും സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അപേക്ഷിക്കുന്നത് മനുഷ്യനെ അയച്ചു തരാനാണ് മുത്ത് റസൂൽ. മനുഷ്യനെ കൊണ്ട് നന്നാവുള്ളൂ. ഉറപ്പ് ഇത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. മനുഷ്യൻ ഒരിക്കലും ഒരു ഇടവ് നന്നാവില്ല. ഇടവ് നന്നാവിടെ മനുഷ്യൻ അതിന്റെ മുന്നിൽ മാർഗദർശനമായി മാതൃകയായി നിലകൊണ്ടാൽ ആ കിതാബ് സ്വീകരിച്ച മനുഷ്യനെ കൊണ്ട് പിന്നീടുള്ള മനുഷ്യർ നന്നാവും. കിതാബ് ഇന്നുണ്ടല്ലോ, അമലുമുണ്ട്. എന്തേ നമ്മളെ വിഷയത്തിന്റെ കമ്മി? നമ്മളെക്കാൾ മോശപ്പെട്ട ഒരു ജനത ലോകത്തിൽ ഇവരെ പോലെ മോശപ്പെട്ട ഒരു ജനതയെ ആ ജനതയിൽ ഒരു മനുഷ്യൻ ഒറ്റ നന്നായില്ല. എന്തുകൊണ്ട്? മനുഷ്യരെ കൊണ്ട് നന്നാവുകയോ ഇത് മർമ്മം, ഇത് ദീനാണ്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ, ദീനിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഇതിനെ ആഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയും. അല്ലാത്തത് വഹാബിസമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വഹാബിസത്തിന് റീഡിംഗിൽ പേച്ചനാണ് കിതാബ്. ഇത് തന്നെ അബദ്ധം റീഡിംഗിൽ സംഭവിച്ചു പോയതാണ്. അവർ കാര്യം മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കി. ഇബ്രാഹിം ലോകം കണ്ട ഒരു മഹാൻ മക്കയിൽ ജനിക്കാൻ വേണ്ടി ദുആ ചെയ്തു. സയ്യിദുനാ ഇബ്രാഹിം ആ മഹാൻ തന്നെ ഓടിക്കൊടുക്കണം. അപ്പോൾ ജനം നന്നാവും. ഇരുന്ന ഇരിപ്പില് 2000-3000 കവിതകൾ എഴുതി ഉണ്ടാക്കുന്ന മക്കാർക്ക് എന്തിനാണ് ഒരാൾ ഓടിക്കൊടുക്കുന്നത്? അവർക്ക് തന്നെ ഓടിയപ്പോ പക്ഷെ അവരൊന്നും നന്നാവില്ല. ഒരു മനുഷ്യൻ ഓടിക്കൊടുക്കണം. അപ്പം ഇത് അൻസലഫിഹിം കിതാബെന്നല്ല, ഇത് അപ്പോൾ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തില്ല. ഒരു മനുഷ്യനെ കിട്ടിയ, ഒരു മഹാനെ കിട്ടിയ, ലോകത്തെ ഏറ്റവും വലിയ മഹാനെ കിട്ടിയ മുഅ്മിനീങ്ങളുടെ ഭാഗ്യം. അങ്ങനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം. സ്വാഭാവികമായും ആ റസൂൽ ഓടിക്കൊടുക്കും. അപ്പോൾ നന്നാക്കേണ്ട ആൾ റസൂൽ. റസൂലിന്റെ മാധ്യമമാണ് കിതാബ്. അത്രയോ റസൂൽ ഓതിയത് പോലെ ഓതിയാൽ നന്നാവും. റസൂലിനെ മാർഗാക്കണം. നിങ്ങൾക്ക് ഇതാ ഒരു കിതാബ് ഇറക്കിത്തരും. ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് മഹാനായ മനുഷ്യനാണ്, കിതാബല്ല. കിതാബ് വെളിച്ചത്തോണ്ട് ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ കിതാബ് വെളിച്ചത്തുകൊണ്ടും അങ്ങനെയല്ല. നിങ്ങൾക്കിതാ ഒരു കിതാബ് ഇറക്കിത്തരുന്നു.
മിനൽ ഇരുട്ടിന്റെ ഗഹന ദുഃഖലങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ആരെ പുറത്തു കൊണ്ടുവരണം? നബിയെ താങ്കൾ ഇരുട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം മുഖ്യനബിയെ എന്നൂരി വെളിച്ചത്തിലെ കിതാബ് അല്ല, നിങ്ങൾ മുത്ത് മുഹമ്മദ് ചോറ് കൊണ്ട് ചിന്തിക്കണം. ലാലച്ചോറുണ്ട് എന്ന് നീയത്ത് ചെയ്തു ലാലച്ചോറുണ്ടാവില്ല. ലാലച്ചോൻ തോഫീഖാക്കി കൊടുക്കണം. അള്ളാഹു തോഫീഖാക്കി തരട്ടെ. ഇവിടെ വഹാബിസം ഭീമമായ പിഴവ് പറ്റിയതാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിഡ്ഢികൾക്ക് പലതും നേർച്ചയാക്കിയാൽ അത് വഹാബി ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കൊടുക്കണം എന്നാണ് എന്റെ വീക്ഷണം. അള്ളാഹു തആല ആ വിഡ്ഢിത്തത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ഞാൻ ഫണ്ടമെന്റൽ സുന്നിയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ നേര് ഇത് നേരുമാണ്, ഇത് നേരാണ്, ഇത് നേരിന്റെ അയിനും നേരാണ്, നേരിന്റെ നടുവിന്റെ നേരാണ്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മുത്ത് റസൂൽ അവിടുത്തെ വഫാത്തിന് മുമ്പ് അവിടുത്തെ വഫാത്തിനും 9 ദിവസം മുമ്പ് അവസാനത്തായ അതെല്ലാം ബാക്കിയിട്ട് തുന്നിക്കേട്ടി ലോക രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുകയല്ല മുഖ്യനബി ചെയ്യുന്നത്. ഇതാ ലോകത്തിനെയൊക്കെ നന്നാക്കാണ് ഉന്നയിപ്പിച്ചത്. അതാ അതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലേക്കും കിതാബ് അങ്ങനെ കേൾക്കുക. ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യ ചെയ്യുന്നത് പോലെ സൗദി അറേബ്യ ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ ഓരോ മുസാഫ് കയറ്റിവിടും. മുസാഫ് എത്തിയാൽ നന്നാവുന്നതാണ്. ആ സാധുക്കൾ വിചാരിച്ചിട്ടുള്ളത് ഒന്നും വിചാരിക്കരുത്. ഞാൻ മനസ്സിലാക്കിയത് പറയാം, ഇത് മുത്തുനബി ചെയ്തിട്ടില്ല. രാജ്യങ്ങൾ മുഴുവനും നന്നാക്കാൻ വേണ്ടി അല്ലാഹു ഏർപ്പെടുത്തിയ ആളല്ലേ മുത്തുനബി. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് ലോകമെല്ലാം നന്നാക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച ആളാണ് മുത്ത് റസൂൽ. കിതാബ് തെറ്റിയുണ്ടോ? ഇല്ലല്ലോ. കിതാബ് തുന്നിക്കുട്ടി ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. കിതാബ് തുന്നിക്കുട്ടി ഉണ്ടാക്കണമെന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖിന്റെ മറുപടി ولم يفعله رسول الله ولم يفعله رسول الله. തുന്നിക്കൂട്ടുണ്ടാകുകയില്ല. എന്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യും? കിതാബ് തുന്നിക്കൂട്ടുന്ന പണി നബി ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് സയ്യിദുനാ സിദ്ദീഖ്. അപ്പോൾ ഉമറിന്റെയും റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ ഇടയിലും ചർച്ച നടന്നു. ഒരു മുനാഖശാത്ത്, ഭയങ്കര തർക്കങ്ങൾ നടന്നു. അവസാനം വഴിപ്പെട്ടു സയ്യിദുനാ സിദ്ദീഖ്. ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കണം. ബേസ് മനസ്സിലാക്കണം. ആരാണ് മാധവനപ്പാപ്പ, ആരാണ് കന്യാപുര മസ്താൻ, ആരാണ് CM വലിയുമായി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദീന് മനസ്സിലാവൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ മുത്തിനബി ചെയ്തത്, മുത്തിനബി ചെയ്തതല്ലേ? നിങ്ങളുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ഇന്നും ഹയാത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മഹാനത്തിൽ നിന്ന് അല്ലാഹു എനിക്ക് ചെയ്ത തോപ്പിയെ കൊണ്ട് പറയുകയാണ്. ഇത് ഇവിടെ എന്റെ പ്രാർത്ഥനയാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ നാളിന്റെ തോപ്പിക്കുന്നത് റബ്ബ് നിലനിർത്താൻ വേണ്ടി നാടിന്റെ സക്കാത്ത് ഞാൻ ഉപയോഗിക്കുകയാണ്. എന്താണ് മുത്തിനബി ചെയ്തത്? മുത്ത് മുഹമ്മദ്
അവിടെ പോയി ലക്ഷക്കണക്കായ മനുഷ്യരോട് പറഞ്ഞത് ഷാഹിദായ ആൾ ഹഖുൽ യഖീനും ഐനുൽ യഖീനും കിട്ടുമ്പോഴേ ഷാഹിദാവുള്ളൂ. മറ്റൊരു ഐനുൽ യഖീനാണ്. ഐനുൽ യഖീനിൽ അവ്യക്തതയുണ്ടാവും. ആലിം ജാഹിലിനെ പഠിപ്പിക്കലല്ല ദീൻ, ഷാഹിദ് വാഹിദിനെ പഠിപ്പിക്കലാണ്. ഷാഹിദ് അതെന്താ എവിടെയാ ഷാഹിദാകുക? ഷാഹിദിന് ഉള്ളു ഷാഹിദാവും, എല്ലാം മനസ്സിലാവും. അപ്പോഴാ ഷാഹിദ് ഷാഹിദാവും. യഥാർത്ഥ ഷാഹിദാണ്. പഠിച്ചോര് പഠിക്കാത്തവരെ പഠിപ്പിക്കുക അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യനബി പറയേണ്ടത് കിതാബൊക്കെ പഠിച്ചോരിനെ നാട്ടിൽ പഠിപ്പിക്കാൻ പോയി വലിയ വലിയ ആലിമുൽ ജാഹിൽ അങ്ങനെ എന്റെ സദസ്സിൽ ഹാജരാകുന്നവരെ രഹസ്യങ്ങളുടെ വാതിൽ തുറന്നെത്തിയവരാണല്ലോ എന്റെ സ്വഹാബത്ത്. അത് ലോക രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവർ ഷഹാദത്തില്ലാത്തവർക്ക് ഷഹാദത്ത് നൽകുകയും അപ്പോൾ തൗഹീദിന്റെ സാക്ഷികളാണ് ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലുള്ളാഹ്. അവന്റെ സാക്ഷിയായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇത് തന്നെ കിതാബല്ല. കിതാബ് അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. അത്രയും തരട്ടെ. കിതാബിനെ വെച്ച് റീഡ് നടത്തിയ തെറ്റും അതാണ് ശേഖരൻ വെച്ചത്. അള്ളാഹു മാറ്റാക്കട്ടെ. പ്രത്യേകിച്ചു അപ്പോഴാണ് ഇപ്പോൾ വഹാബികൾ ഉള്ളത് എന്നും അവർ കിതാബുകളും റീഡിങ് നടത്തുന്നവരാണ്. ഒരു മഹാന്മാരെ പരിഗണിക്കുകയില്ല. മഹാന്മാരെ പറ്റി അവരുടെ വാദം ഞാൻ വിളിച്ചാൽ ബഹുമിച്ചാൽ നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് പരിഗണിക്കുന്നില്ല എന്നതാണ്. ഇവിടെ പൊളിഞ്ഞോയി. ഫാത്തിഹ പൊളിഞ്ഞു. ഫാത്തിഹ പറഞ്ഞാൽ ഖുർആൻ പൊളിഞ്ഞു. കാരണം ഖുർആൻ ഒരു സൂറത്തും 113 സൂറത്താണ്. 114 പറഞ്ഞു പോരാ. ഖുർആൻ ഒരു സൂറത്തും 113 സൂറത്തുമാണ്. 114 പറയണുണ്ട്. പക്ഷെ ഒരു സൂറത്താണ് ബഹുമാനപ്പെട്ട ഖുർആൻ. അത് വിശദീകരിക്കലാണ് 113 സൂറത്ത്. ഒരു സൂറത്ത് പൊളിഞ്ഞാൽ ആണ് പൊളിഞ്ഞു, ഒരാഴ്ച പൊളിഞ്ഞാൽ ഒക്കെ പൊളിഞ്ഞു. അള്ളാഹു കാക്കട്ടെ. വളരെ ചിന്തിക്കണം. ഫാത്തിഹയിലെ ദുആയാണ് ഖുർആനിലെ ദുആഇന്റെ മാർഗ്ഗമാണ് ദുആഉൽ ഫാത്തിഹ. എന്ത് അല്ലാഹുവോട് മുഅ്മിനായ അബ്ദ് ആവശ്യപ്പെടുന്നത് ഹിദായത്ത് നൽകണമേ അല്ലാഹ് എന്നാണ്. എന്തിനാ ഹിദായത്ത് ചോദിക്കുന്നത്? ഭൂമിയിൽ മനുഷ്യൻ വരുന്നത് തന്നെ ഹിദായത്തിനാണ്. ഹിദായത്തിനാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഒരുപാട് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഒരു സുന്നത്ത് പോയില്ലോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ചെല്ലിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമല്ല. ഒരു സുന്നത്ത് പോയില്ലോ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദിവസം 17 ഘട്ടത്തിലാണ്. എന്തുകൊണ്ട്? ഹിദായത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് തന്നെ എന്ന് അൽബഖറ. അല്ലാഹു നാഫിഅൻ തരട്ടെ. അപ്പോൾ അല്ലാഹു ഹിദായത്തിനെ ചോദിക്കുന്ന അബ്ദിന്റെ മുന്നിൽ ഹിദായത്തിന് വഴിയാണ്. അപ്പോൾ ചെയ്തവരുടെ അനുഗമിക്കലാണ്, അനുഗമനം ചെയ്യല. ഓഹോ, അപ്പോൾ എന്തായി പ്രശ്നം? തന്റെ സാന്നിധ്യമത്ത് ചെയ്തവരെ പഠിക്കൽ പിന്നാമിയായ മുഅ്മിന് വർദ്ധിക്കും. കാരണം അവർ പോയവർക്ക് പോകണമെങ്കിൽ അവർ പഠിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മുഹീദ്ദീൻമാനക്ക് ജവാബ് കിട്ടി. മുഹീദ്ദീൻമാനക്ക് ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹയിലെ മർമ്മാണ് മുഹീദ്ദീൻമാനിക്കുന്നത്. എന്തുകൊണ്ട്?
അള്ളാഹു ഞാമത്ത് ചെയ്ത ഈ ഉമ്മത്തുകളുടെ മഹാനായ മനുഷ്യൻ മഹാനായ റസൂലുള്ളാഹി മുഹീദ്ദീൻ തങ്ങളാണ് സുഹൃത്തുക്കളിൽ എന്ന പരിധിയിൽ വരുന്ന ഒരാളാണ് എന്ന് അല്ലാക്കാലം വരെ എതിർക്കണവർ പറഞ്ഞിട്ടില്ല. അല്ലാം ഇവിടെ ആർക്കും അറിവുണ്ട്. വളരെ ഇവിടെ മർമ്മം ശരിക്കും മനസ്സിലാക്കണം. മർമ്മത്തിൽ തെറ്റിയാൽ ഒക്കെ തെറ്റി. ഇതൊക്കെ മുത്തനബിയും ചെയ്തു. ഫാത്തിഹ പറഞ്ഞ് ഹിദായത്തിന് അള്ളാഹു നിഅമത്ത് ചെയ്തവരെ പിൻപറ്റണം. മുത്തനബി എന്തോ ارتديتم فبأيهم اقتديتم فبجميعهم اقتديتم അല്ല فبأيهم اقتديتم എന്റെ സ്വഹാബ് നക്ഷത്രങ്ങളെ പോലെയാണ്. അത് മനുഷ്യനെ ഭൂമിയിൽ വന്നതിന്റെ ഭർമ്മം ഇതായിട്ട് എന്താ വേണ്ടത്? വേണ്ടത് ഖുർആൻ മുഴുവൻ അർത്ഥം വെച്ച് പഠിക്കാനല്ല. നല്ല കാര്യമാണ്, പക്ഷെ അതല്ല, അതിന്റെ മാർഗമല്ല. അതിന്റെ ബഹുമാനപ്പെട്ട ഹിദായത്തിന്റെ മാർഗം എന്താ? ഓഹോ, അപ്പോൾ ലോകരാജ്യങ്ങളിലേക്ക് ഖുർആൻ കയറ്റിവിടലല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? അള്ളാഹു നിഅമത്ത് ചെയ്ത മനുഷ്യന്മാരെ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിട്ട് മുഹമ്മദ് മുസ്തഫ അവർ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. കാരണം അവരുടെ സാക്ഷിയാണ്. അവർ ആരുടെ സാക്ഷികളാണ്? അവർക്ക് മുന്നിൽ സാക്ഷിയാണ് വയഖൂന റസൂലു അലൈക്കും ഷഹീദ. സാക്ഷിയാണ് ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. തങ്ങൾക്കിടയിൽ ഒരാളുണ്ട്, സയ്യിദുനാ ജിബ്രീൽ. അത് ഊഹാപോഹവുമല്ല, അത് ജിബ്രീലിന് സാക്ഷിയാണ് മുത്ത് നബി. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അള്ളാഹുവിന്റെയും നബിയുടെയും ഇടയിലുള്ള ആളെ നബി കണ്ടിട്ടുമുണ്ട്. തോന്നിയതോടെ പൊളിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിയത്തിന്റെ ശാന്തിയാകുന്നു. അള്ളാഹുവിന്റെ സത്യയിൽ നിന്ന് മനസ്സിലാക്കാത്തതാണ് ഇസ്ലാമിക്ക് ഭീമമായ തെറ്റ് പറ്റിയിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഖുർആന്റെ നിലപാടിനെതിരെ അത് ചിന്തിച്ചിരിക്കുന്നു. അതിൽ നിന്ന് കാമിലത്തായ ഹിദായത്ത് ഒരു വഹാബിക്കും ഔദൂദിക്കും ലഭിക്കുന്നില്ല. ഇത് കൃത്യമായ അള്ളാഹു നാഫിയായ ഇങ്ങനെ തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നും വിചാരിക്കരുത്. ഞാൻ സാഹിത്യങ്ങളുടെ തർക്കത്തോടെ പ്രസംഗിക്കലാണ്. ഞാൻ നാവ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, പ്രസംഗിക്കുന്നത് പോലും ഞാനല്ല. ഇതൊക്കെ റബ്ബിന്റെ ഒരു തൗഫീഖ് കൊണ്ട് നേടി പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെയാണ് വിഷയം. വളരെ ചിന്തിക്കാം. അത് മുന്നിലുള്ള പിൻപറ്റണം. ഏറ്റവും വലിയ ആളോട് പോലും പറഞ്ഞില്ലേ ഏറ്റവും വലിയ മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക്. മുത്ത് മുഹമ്മദ് മുസ്തഫ അതിനേക്കാൾ വലിയ ഒരാൾ അള്ളാന്റെ ഖൽഖിലില്ലല്ലോ. മുത്ത് മുഹമ്മദ് മുസ്തഫ ആ മഹാനോട് പോലും, ലോകം കണ്ട മഹാനോട് പോലും പറഞ്ഞത് തന്റെ മുൻഗാമിയെ പിൻപറ്റാനാണ്. ഇബ്രാഹിമാകട്ടെ മുത്തുനബിയെ രണ്ടാമതാണ്. മുത്തുനബി അഷ്റഫുൽ ഖൽഖാണ്, പുണ്യ റസൂൽ. പക്ഷെ മുൻഗാമി എന്ന് പിൻഗാമി വലിയ ആളാണെങ്കിലും മുൻഗാമിയെ പിൻപറ്റിയാലേ പിൻഗാമിയെ വലിയ ആളാവൂ. അങ്ങനെ തന്നെയാണ്. വക്കീൽ ഷാഫിഈ നോക്കിയാൽ വലിയ ആള് ഷാഫിഈയാണെന്ന് ലോക സമ്മതമാണ്. പക്ഷെ വക്കീലിനെ പിൻപറ്റിയാലേ ഷാഫിയാണ്. ഉറപ്പ് ചെയ്യണം.
സംശയിക്കണ്ട. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. നിങ്ങൾ ഇബ്രാഹിമിനെ പിൻപറ്റണമെന്ന് പരിശുദ്ധ ഖുർആൻ മുത്തുനബിയോട് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്താ പ്രത്യേകത? ഒരാളല്ലേ സയ്യിദ്ന മുത്തു മുഹമ്മദ് മുസ്തഫ? ഇങ്ങനെ പറഞ്ഞൂടെ, നബിയെ നിങ്ങൾ ആരെയും പിൻപറ്റണ്ട, നിങ്ങൾക്ക് കിതാബില്ല. നിങ്ങൾക്ക് എന്തിനാണ് നബിയെ ഇനി വേറെ ഒരാളെ പിൻപറ്റണം? നിങ്ങൾക്ക് വലിയൊരു കിതാബില്ലേ? അങ്ങനെ പറഞ്ഞു. الله أوحينا إليك أن اتبع ملة إبراهيم. ഒരിക്കലും സയ്യിദ്ന മൂസ എടുത്ത് പറഞ്ഞ് ഇത്തിബാഇനെ അള്ളാഹു വളരെ താഴെയുള്ള ഒരു മനുഷ്യനെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പക്ഷെ മുൻഗാമിയാണ്, മൂസ നബിയുടെ മുൻഗാമിയാണ് സയ്യിദ്ന ഹളർ മിൻ അസ്ഹാബി നൂഹ്. നൂഹ് നബിയുടെ പേരമക്കളിൽപ്പെട്ട ഒരാളാണ് സയ്യിദ്ന ഹളർ. സയ്യിദ്ന ഹളർ പക്ഷെ പിൻഗാമിയാണ് സയ്യിദ്ന മൂസ. ഷറഫിൽ വലിയ ആളുമാണ്. ഷറഫിലും ഫളിലും മൂന്നാം നമ്പറുകാരനാണ് സയ്യിദ്ന മൂസ. പക്ഷേ മുൻഗാമിയിലേക്ക് وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. മൂസ തന്റെ ബാല്യക്കാരനെ വിളിച്ചു പറഞ്ഞു അലൈഹിസ്സലാം, എനിക്ക് മജ്മഉൽ ബഹ്റൈനിൽ പോയിട്ട് ഞാൻ പിൻപറ്റേണ്ട മഹാനെ കണ്ട് പിൻപറ്റണം. ഇല്ലെങ്കിൽ ആ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഇസ്രായേലിലേക്ക് തിരിച്ചു വരൂല്ല. എനിക്ക് പിൻപറ്റാൻ പറഞ്ഞ മഹാനെ കിട്ടണം. ഇല്ലെങ്കിൽ യുഗയുഗങ്ങൾ ആയുസ് നടന്നു തീർന്നാലും ഞാൻ വരൂല്ല. ഞാനിനി വരണമെങ്കിൽ ഞാൻ പിൻപറ്റേണ്ട മഹാനെ കിട്ടണം. سيدنا موسى إني فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك മുനസ്സലായ ലോകങ്ങളുടെ ഒന്നാം നമ്പർ ടെക്സ്റ്റുള്ള ആദ്യമായി ഇറക്കിയ ടെക്സ്റ്റുള്ള ആളാണ് സയ്യിദ്ന. എന്തിനാണ് എന്റെ മനുഷ്യന്മാരെ, നിങ്ങൾ വഹാബികളെ റഹ്മത്തുള്ളാക്ക് നിങ്ങളോടൊരു ദേഷ്യമുള്ളത് കൊണ്ട് പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരം? ഇങ്ങനെയാണോ നിങ്ങൾ വിചാരം? എങ്ങനെയാണോ? നിങ്ങൾ ദയവായി നേരെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്കി, എന്തിനാണ് ജനങ്ങളെ മൂസാക്കി മനുഷ്യൻ അലൈഹിസ്സലാം ഷറഫിൽ ആ മഹാനാകട്ടെ എത്രയോട്ട് വരൂല്ല. താഴേക്കടയിലുള്ള ആളാ ഷറഫിൽ സയ്യിദ്ന ഹളർ. കാരണം ഹളർ തന്നെ അത് ശുക്കഫി നുബുവത്തി നബിയാണോ എന്ന് സംശയിക്കപ്പെട്ട ആളാണ്. അപ്പൊ താഴേക്കടയിൽ ഷറഫിൽ താഴെയുള്ള ആളാണ്. എന്നാൽ സയ്യിദ്ന മൂസായോ അലൈഹിസ്സലാം, സയ്യിദ്ന മൂസ ഹാരിസുൽ ബശർ, ഷറഫിൽ ഹാരിസുൽ ബശർ. പക്ഷേ അല്ല ഇത്തിബാഇ എന്നാൽ റോൾ മോഡലിനെ മുന്നിൽ നിർത്തി പിന്നിലുള്ള ആൾ റോൾ മോഡലിനെ പോലെ മുന്നിലുള്ള റോൾ മോഡലിനെ കണക്കാക്കി പിന്നിലുള്ള ആൾ അയാളെപ്പോലെ അനുധാവനം ചെയ്ത് പോകുന്നതിനാണ് ഇത്തിബാഅ് എന്ന് പറയുന്നത്. ഖിയാദത്ത് എന്നാൽ പിന്നിൽ നിന്ന് മുന്നിലേക്ക് നയിക്കുക. ഇത്തിബാഅ് എന്നാൽ മുന്നിലുള്ള ആളെ പിന്നിലുള്ള ആൾ അനുധാവനം ചെയ്യുക. ടെക്സ്റ്റ് ഉണ്ട് സയ്യിദ്ന മൂസ. നിങ്ങളിൽ പൊട്ടിച്ചേർന്നു കിതാബുണ്ടോ എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് കിട്ടും. അർത്ഥം എവിടുന്ന് കിട്ടും, പക്ഷെ റുഷ്ദ് കിട്ടില്ല. റുഷ്ദാണല്ലോ മർമ്മം. അൽക്കാമിലെ ആളുകൾ പോലും പറഞ്ഞത് റുഷ്ദ് കിട്ടാൻ. അങ്ങനെ റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യിഇ ലനാ മിൻ അംരിനാ റശദാ വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി അലീമീൻ. റുഷ്ദാണ് വിവേകം. മൂന്നാം
ഇനി ഈ ഖദർ അലൈഹിസ്സലാം നബിയാണെന്ന് ഗണ്ഡിതമായി പറഞ്ഞവരും ഉണ്ട്, അല്ലാന്ന് പറഞ്ഞവരും ഉണ്ട്. രണ്ടും ലോക പണ്ഡിതന്മാരാണ്. ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ എന്ന ആയത്തിനെ റഹ്മത്തിന് നുബുവത്ത് എന്ന അർത്ഥം വെക്കുന്ന ഇമാമിയങ്ങൾ ഖദർ നബിയാണെന്ന് പറയും. ചില ഇമാമിയങ്ങൾ റഹ്മത്തിന് മഅരിഫത്തിന് അർത്ഥം വെക്കുന്നത്. അപ്പോൾ അവർ സയ്യിദുൽ ആരിഫീനാണെന്ന് പറയും. ആര്? അങ്ങനെയാണ് സയ്യിദുൽ ഖൗം എന്ന് പൊതുവേ നമ്മുടെ ഉസ്താദുമാർ ദുആ നടത്തുമ്പോൾ പറയും. സയ്യിദുന സയ്യിദുൽ ഖൗം അബുൽ അബ്ബാസ് അൽ ഖദർ അലൈഹിസ്സലാം എന്ന് പറയും. സയ്യിദുൽ ഖൗം എന്ന് പറയും സയ്യിദുന ഖദറിനെ അലൈഹിസ്സലാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേ മുൻഗാമിയെ പിൻപറ്റിയാലേ പിൻഗാമിയായ ഒറിജിനൽ ആളാകും. അപ്പോൾ ഇവിടെ മഹാന്മാരെ കൊലപ്പെടുത്തിയ ഒരാൾ ബനീ ഇസ്രായേൽ കിതാബുണ്ടായിട്ടും പിന്നെ അവർ കിതാബിന്റെ നാമങ്ങൾ ശേഷമാക്കി കുരുത്തക്കി അർഹതയില്ലാതെ മഹാന്മാരെ സൂത്രയിൽ കളിച്ചു ബനീ ഇസ്രായേൽ. അതുകൊണ്ട് ബനീ ഇസ്രായേൽ മഗ്ലൂബ് അലൈഹിം അവരെ പോലെ ആകരുത് എന്ന് ഫാത്തിഹ. അപ്പോൾ മഹാന്മാരുടെ രക്തത്തിലും അഭിമാനത്തിലും കൈവക്കരുത് എന്ന് ഫാത്തിഹ. അങ്ങനെ എന്താണ് ബനീ ഇസ്രായേൽ? എന്താ അല്ലാഹുവിന്റെ ഉളവ് വരണ്ട? അപ്പോൾ അർഹതയില്ലാതെ മഹാന്മാരുടെ രക്തത്തിലും അവരുടെ അഭിമാനത്തിലും കൈവച്ച് അതുകൊണ്ട് അല്ലാഹുവിന്റെ കോപം അവർക്ക് ലഭിച്ചു. അന്താക്കിയ നാട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചു രണ്ട് മഹാന്മാർ. ആ നാട്ടുകാരും റിയാപത്ത് നൽകിയില്ല. അസുഖം റിയാപത്തല്ല, അവരും കാണും. കഞ്ഞായിട്ടില്ലല്ലോ. ഭക്ഷണം ചോദിച്ചു സയ്യിദുനാ മൂസ, സയ്യിദുനാ ഖദർ. നാട്ടുകാർക്ക് എന്ത് പറഞ്ഞാൽ മതി? കുറച്ചും കൂടെ ഇന്ന കഞ്ഞായിരുന്നു, ഇവിടെ കഞ്ഞി ആയിട്ടില്ലല്ലോ. ഖൗലുൻ മഅറൂഫ് വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖ അല്ലേ? എന്ത് പറഞ്ഞാൽ മതി? പറയും മനുഷ്യന്മാരെ, ഇത് നല്ല ഇവിടെ കഞ്ഞി ആയിട്ടില്ലല്ലോ. അപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ കഞ്ഞി ആയിട്ടുണ്ടാവും, അവിടെ പോയ കഞ്ഞി കിട്ടും. ഞങ്ങൾ കുട്ടിയെ പറഞ്ഞാൽ ഇത്ര പറഞ്ഞാലോ? അതും പറഞ്ഞില്ല. എന്ത് ഇനി ഇന്ത്യയിലേക്ക് കിട്ടിയത്? അന്താക്കിയ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ഗ്രാമം അന്താക്കിയ. എന്ത് വളരെ വളരെ ചിന്തിക്കണം. ദജ്ജാൽ ആ നാട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന കാലമേതാ? ഖിയാമത്തുനാളിന് അടുത്ത്. ഓഹോഹോ, അപ്പോൾ കുരുത്തക്കേട് ആയിരക്കണക്കായ കൊല്ലം കഴിഞ്ഞിട്ട് പോയി നാട്ടിൽ നിന്ന് മാറിപ്പോയില്ലാന്നാണല്ലോ അർത്ഥം. കാരണം ആഖിറുസ്സമാനിൽ പോലും ദജ്ജാൽ പുറപ്പെടുന്ന ഗ്രാമം അതാണ്. ആകാലത്തെ ആഖിറുസ്സമാനിലെ നാട്ടുകാര് മൂസാ നബിക്ക് കഞ്ഞിവെള്ളം കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വളരെ ചിന്തിക്കണം. സയ്യിദുനാ മൂസ, സയ്യിദുനാ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരാരാ? ആയിരക്കണക്കിന് BC 12-ാം നൂറ്റാണ്ടിൽ എന്നാണ് പ്രധാന അഭിപ്രായം. BC 12-ാം നൂറ്റാണ്ടിലെ ആളുകളാണ് ഇത് ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. എന്താക്കിയേക്കാം നോക്കൂ. BC 12-ഓ 13-ഓ നൂറ്റാണ്ടിലുള്ള അന്താക്കിയക്കാരാണ് മഹാന്മാരായ രണ്ട് മനുഷ്യന്മാർക്ക് കഞ്ഞിവെള്ളം കൊടുക്കാതിരുന്നത്, ഭക്ഷണത്തിനൊന്നും കൊടുക്കാതിരുന്നത്. കുരുത്തക്കേട് ആർക്കൊക്കെ വരും? ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. കാരണം മഹാന്മാരെ അപമതിച്ചാൽ ആ രാജ്യത്തിന് ആ നാടിന് കുരുത്തക്കേട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഏറ്റവും മർമ്മം മഹാന്മാരാണ്. ഇനി തിരിച്ചിങ്ങോട്ട് പറയാം. കുഷ്ഠരോഗമുള്ളവർക്ക് മദീനയിലെ പൊടി അടിച്ചാൽ മതി. മദീനയിലെ
മണ്ണിന്റെ പൊടി അടിച്ചാൽ പോലും കുഷ്ഠരോഗം സുഖപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്ത് ലോകം കണ്ട മഹാനെ പാട്ടുപാടി സ്വീകരിച്ചതാണ്. ഇതൊക്കെ കൃത്യമായ റീഡിംഗാണ്, കൃത്യമായ റീഡിംഗാണ്. ഇത് ഒന്നും 2 എന്ന കണക്ക് പോലെ കൃത്യമായ ഒന്നാണ് പറയുന്നത്. കുഷ്ഠത്തിന് പോലുമുള്ള മരുന്ന് മദീനയിലെ പൊടി, മണ്ണിന്റെ പൊടി അടിച്ചാൽ മതി. പൊടിക്കാറ്റടിക്കുമ്പോൾ ആ പൊടിക്കാറ്റ് തട്ടിയാൽ പോലും കുഷ്ഠരോഗം മാറുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതെന്താണാവും ആ പൊടിമണ്ണിൽ എത്തുന്ന പ്രത്യേകത? ആ പൊടിമണ്ണും കിടന്ന് മദീനയുടെ അതിർത്തിയിൽ പോയി ലോകം കണ്ട മഹാനെ അവർ സ്വീകരിച്ച് പാട്ടുപാടിയുണ്ട്. പാട്ടുപാടി അതിനുവേണ്ടി അവർ പാട്ട് പഠിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും എങ്ങനെ ഒറ്റ പാട്ടാവുക? മനസ്സിലായില്ല. പാട്ട് നേരത്തെ അവർ തീരുമാനിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ വായിൽ വന്നതെല്ലാം കൊടക്ക് പാട്ട് എന്നാണല്ലോ. അങ്ങനെയാവുന്നില്ല. നേരത്തെ അവര് പാട്ട് പഠിച്ച് അപ്പോൾ മുത്തിനടി വന്നപ്പോൾ അവർ എന്ത് ചെയ്ത്? പാട്ട് പഠിച്ച്. പിന്നെന്ത് ചെയ്ത്? ഡപ്പുണ്ടാക്കി. പിന്നെന്ത് ചെയ്ത്? കൊട്ടി. എന്നിട്ട് അവർ എന്ത് ചെയ്ത്? അവിടുത്തെ ഒട്ടകത്തിന്റെ ചീനിയിൽ പിടിവലിലൂടെ ഒട്ടകത്തിന്റെ കയറാണിന്റെ കരുത്തിലേക്കിട്ടു. പിന്നെ വിലന്റെ വിഷമത്തിലായി എന്ത് ചെയ്യും? എല്ലാവരുടെ വീട്ടിലേക്കും പിടിവലിയാ. ഒട്ടകപ്പുറത്തേക്കുന്ന മനുഷ്യരെ കിട്ടാൻ വേണ്ടി, ലോകം കണ്ട മഹാനെ കിട്ടാൻ വേണ്ടി ആ നാട്ടുകാർ ഒട്ടകത്തിന്റെ ചീനിയിൽ പിടിവലിലൂടെ. ഇതേ സമയം മക്കാര് കുറേശ്ശികൾ ഈ മനുഷ്യന്റെ തലക്ക് 100 ഒട്ടകം ഇനാം കൊടുക്കുന്നു. അതാണ് മക്കയും മദീനയും വ്യത്യാസം. മദീനയിലെ മണ്ണ് കുഷ്ഠരോഗം വരെ മാറ്റുമെന്ന് മുത്തിനബി. അങ്ങനെ കാരണം അത് മഹാന്മാരെ ബഹുമാനിച്ച മണ്ണാണ്. മക്കളൊക്കെ മണ്ണ് തന്നെ. പക്ഷേ ലോകം കണ്ട മഹാന് അഭയം കൊടുത്തത് മദീനയാണ്. من سنية الوداع وجاب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മദീനയിലെ കാരക്ക് സ്വർഗത്തിലെ കാരക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ അച്ചുവക്കാരൊക്കെ കഴിച്ചാല് അന്ന് മൂർക്കം പാമ്പ് കടിച്ചാൽ പോലും രോഗം വരില്ല, വിഷം തീർക്കുകയില്ലാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. മദീനക്കാർക്ക് അല്ലാഹു സ്വർഗത്തിലെ ഈത്തപ്പഴം നൽകിയെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മദീനയെ കടന്ന് മരിച്ചാൽ മതി, ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. بالمدينة أراد أن يموت بالمدينة فليمت بها فإني أنا سأدعو يوم القيامة. أي ناويا أن يموت بالمدينة بأن لا يخرج منها. تفسير شرح. മദീനയിൽ കിടന്ന് മരിക്കണമെന്നുള്ളവർ മദീനയിൽ വന്നോളൂ, മദീനയിൽ വന്ന് മരിച്ചവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ റസൂൽ. ഈ ഹദീസിന്റെ ശറഹ് എന്താ? ശറഹ് മദീനയിൽ വരുമ്പോൾ നിയ്യത്ത് ചെയ്യാം. നാവിയൻ അൻ യമൂത ബിൽ മദീന, മദീനയിൽ വെച്ച് മരിക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് മദീനയിൽ വരിക. ബിഅല്ലാ യഖ്റുജ മിൻഹാ ബഅദു, പിന്നെ മദീനയിൽ പുറത്തേക്ക് പുറത്തേക്ക് അങ്ങനെ ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്റെ പട്ടുപടി സ്വീകരിച്ചു.
അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ മഹാന്മാരാണ് വിഷയം. മദീനയിലെ പള്ളിയിലെ ചെറിയ ഒരു ഭാഗം സ്വർഗം എന്ന് മുത്തിന് അതിൽ മബൈന ഒബരി മബൈന ബൈതി വമിംബരി എന്താ അതിന്റെ അർത്ഥം? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മിമ്പറന്നാല് 10 കൊല്ലം മൂത്ത് മുഹമ്മദ് മുസ്തഫ ദീൻ പ്രമാണങ്ങൾ പ്രഖ്യാപിച്ച സ്ഥലമാണ്. ബിരുദന്നാലോ ജീവിതകാലത്തും ജീവിതശേഷവും പുണ്യനബി വിശ്രമിച്ച സ്ഥലമാണ്. അതിനിടയിലുള്ള സ്ഥലമോ ജീവിക്കുന്ന മദീനയിൽ പാർത്ത 10 കൊല്ലം മുത്തുനബിയുടെ കാൽപ്പാദം ഏറ്റവും പതിഞ്ഞ മണ്ണാണ്. മദീന മഹാന്റെ പാദസ്പർശമേറ്റാൽ അത് സ്വർഗമാണെന്ന് സാരം. സ്വർഗം സ്വർഗം എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ മഹാൻ അയാളങ്ങനെ അങ്ങോട്ടും കൂടെ നടന്നിട്ടുണ്ട്. മഹാന്മാരാണ് അതിമതത്തായ ചക്കരയിനെ കരയുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൃത്യമായ റീഡിംഗാണ്, കൃത്യമായ റീഡിംഗ്. ഇതന്നെ ഫാത്തിഹ, ഇതന്നെ അൽ ബഖറ, ഇതന്നെ ആൽ ഇംറാൻ, ഇതന്നെ ومن يشاقق الرسول من بعد ما تبين له الهدى ومن يشاقق الكتاب ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. റസൂലിൽ നിന്ന് തെറ്റുക, മുഅ്മിനീങ്ങൾ വന്ന വഴിയിൽ നിന്നും തെറ്റുക. അപ്പോൾ ഈമാനെന്നാൽ റൂട്ടാണ്. റൂട്ട് നാം തെറ്റിയ പുകഴില്ല. ഉടനല്ല ആവശ്യമില്ല. വഴവിന്റെ നട്ടല് അവസാനിച്ചു. ഇതാണ് ബാക്ക് ബോൺ, വിഷയത്തിന്റെ ബാക്ക് ബോൺ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ അലങ്കാരപ്പെടുത്തൽ മാത്രമാണ്. ഇതാണ് ഇത് തന്നെയാണ്. അവസാനത്തെ സൂറത്തിൽ ആരെ വിമർശിച്ചു? ഉണ്ടാക്കുന്നവരെ ജില്ലത്തി വന്നാസ് മനുഷ്യന്മാരെ നിന്ന് വസ്വാസ് ഉണ്ടാക്കും. ഒരു നല്ല മഹാനെ പറ്റിയോ നല്ല കാര്യം പറഞ്ഞാൽ അങ്ങനെയാണോ തെറ്റതാണോ മത്സരാണോ എന്ന് ചോദിക്കും. അവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ശൈത്താന്മാർ. നിങ്ങളെന്തിനാ പോയിരിക്കുന്നു? അള്ള പറഞ്ഞത് മയന പറയുന്നത് പോയിരുന്നു. മനുഷ്യന്മാരെ കുലാസ് മലിക്കിന്നാസ് പാപ്പാനോടെ പോയാണ് ഞാൻ ഇന്ന ദീനം മാറും, നല്ല പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളെ കൂട്ടത്തിലെ സിറാത്തുല്ലദീന പൂക്കോയപ്പാപ്പ ബഹുമാനിച്ച ആളാണ്. പൂക്കോയപ്പാപ്പ ഈ ഉമ്മത്ത് കണ്ട മഹാന്മാരിൽ മഹാനായ ഒരാളാണ്. പൂക്കോയപ്പാപ്പ ബഹുമാനിച്ച ആളാണ്. ഇവിടുന്ന് വഫാത്തായിട്ട് വളരെ കഷ്ടപ്പെട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പൂക്കോയപ്പാപ്പയാണ് പറഞ്ഞത്. അല്ല അങ്ങനെ തന്നെ പൂക്കോയപ്പാപ്പയാണ് ഭ്രാന്ത് പേപ്പട്ടി കടിച്ച് വിഷം ഇളകിയ ഒരാൾക്ക് പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല. ആ മനുഷ്യനെ വെള്ളം അത് കൊടുത്തിട്ട് പേവിഷം മാറിയിട്ട് ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് മനുഷ്യൻ മരിച്ചത്. മലപ്പുറത്ത് ആര് വെള്ളം കൊടുത്തത്? പൂക്കോയപ്പാപ്പ. ആ പൂക്കോയപ്പാപ്പയാണ് ഇവിടെ എത്തിക്കാൻ വന്നത്. പൂക്കോയപ്പാപ്പ ബഹുമാനിച്ച മനുഷ്യനാണ്. അപ്പോൾ വലിയ മനുഷ്യനാണ്. അപ്പോൾ അല്ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെ ശെക്കുണ്ടാക്കിയാൽ മിനൽ ജിന്നത്തി വന്നാസ്, അവൻ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താൻ. അള്ളാഹ് പറഞ്ഞ പിന്നെ നമുക്ക് മയങ്ങാറുണ്ട് ഒരിക്കലും അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് തന്നെയാണത്. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. ആരെ ഹുബ്ബ്? അള്ളാഹുവിനെയും അള്ളാഹു സ്നേഹിക്കാൻ കൽപ്പിച്ചവരെയും ഹുബ്ബ്. ഹജ്ജിന്റെ ഹജ്ജാണല്ലോ, അറഫയാണല്ലോ മർമ്മം. അറഫ മുഹബ്ബിന്റെ ഓർമ്മയാണ്. ആരാണ് മുഹബ്ബ്? സയ്യിദുനാ ചിന്തിക്കുക. ആരുടെ മുഹബ്ബ്? അള്ളാഹുവിന്റെയും അള്ളാഹു സ്നേഹിക്കാൻ കൽപ്പിച്ചവരുടെയും മുഹബ്ബാണ്. അള്ളാഹു സ്നേഹിക്കാൻ കൽപ്പിച്ച ഏറ്റവും വലിയ മഹാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തനബിയുടെ മുഹബ്ബാണ് സയ്യിദുനാ. അപ്പോൾ മുഹബ്ബിന്റെ ഓർമ്മയാണ് മുഹബ്ബത്തെ ഹവ്വാ അവർ രണ്ടാളും ഒത്തുചേർന്നു. അതാണ് ഹുബ്ബിന്റെ സംഗമം. അവർ രണ്ടാളും തമ്മിൽ കൂടിയപ്പോൾ പോലും ഹുബ്ബാണ് മഹറാക്കി വെച്ചത്. അസ്സലാത്തു അലാ റസൂലില്ലാഹ്.
ചിന്തിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഹക്കിന്റെ മർമ്മമാണ് ഇബ്രാഹിം മുഹിബ്ബാണ് ആരുടെ? അല്ലാഹുവിന്റെയും മുത്തുനബിയുടെയും മുത്തുനബിയുടെ സമുദായത്തിന്റെയും മുഹിബ്ബാണ് സയ്യിദുനാ ഇബ്രാഹിം. സാറയുടെ ഓർമ്മയാണ്, ഹാജറിന്റെ ഓർമ്മയാണ് റളിയല്ലാഹു അൻഹു. ഹാജർ മുഹിബ്ബത്താണ് ആരുടെ? അല്ലാഹുവിന്റെയും ഇബ്രാഹിമിന്റെയും അലൈഹിസ്സലാം മുത്തുനബിയുടെയും എല്ലാവരുടെയും മുഹിബ്ബത്താണ് ഹാജർ റളിയല്ലാഹു. ഇന്ന സ്വബറ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ആ പെണ്ണ് നടന്നു പോയ വഴി അല്ലാഹു അംഗീകരിച്ചു. കാരണം ഹുബ്ബിന്റെ ആളുകളാണ്. ഹുബ്ബാണ് മറന്നു. ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കുക, സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ്. ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കുക, സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുക. ഒരു ബഹുമാനം ചിലപ്പോൾ 1000 ഹർക്കം ഓടുന്നതിന് മേലുണ്ടാവും. ഒരു ബഹുമാനം ചിന്തിക്കും. ഒരു ബഹുമാനത്തെ അത്ര വലിയ വിലയാണ് ബഹുമാനം. ഇനി 1000 ഹർക്കം ഓടി വെച്ചാലും ഒരു ബഹുമാനത്തിന്റെ സ്ഥലത്ത് ബഹുമാനം മാറി മറിഞ്ഞാൽ നേരെ കുഫറിലേക്ക് ചാടും. അല്ലാഹു കാക്കട്ടെ. അങ്ങനെയുണ്ട്. അപ്പോൾ മർമ്മം തഅലീമുഹുബ്ബാണ്. ഒരാളുടെ ഉൾമാറ്റമാകണമെങ്കിൽ ആ ആൾ റസൂലാകണം. ഒരാൾ റസൂലാകണമെങ്കിൽ ആ ആൾ നബിയാകണം. ഒരാൾ നബിയാകണമെങ്കിൽ ആ ആൾ വലിയാകണം. ഒരാൾ വലിയാകണമെങ്കിൽ ആ ആൾ മുഹിബ്ബാകണം. അപ്പോൾ ഏറ്റവും ഉൽപ്പാദനത്തിന്റെ അടിത്തറ റിസാലത്തിന്റെ അടിത്തറ നുബുവത്താണ്. നുബുവത്തിന്റെ അടിത്തറ വിലായത്താണ്. വിലായത്തിന്റെ അടിത്തറ മഹത്വത്താണ്. മുസ്ലിമായി മുത്തുനബിയെ സ്നേഹിച്ച് മുസ്ലിമായി 1 മണിക്കൂർ തിരിഞ്ഞതിന് മുമ്പ് ഷഹീദായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ മറവ് ചെയ്തപ്പോൾ റസൂലുള്ള പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ടിട്ട് ഓടിപ്പോയ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. മുത്തു മുഹമ്മദ് മുസ്തഫ ഓടി ഖബറിന്റെ കാലത്ത് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കവേ ഓടി മറവ് ചെയ്ത സ്വഹാബികൾ ഹബീബിന്റെ അരികിൽ വന്ന് പറഞ്ഞു നബിയെ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ സരസുകളായ 2 പെണ്ണുങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹബീബിന്റെ മുഹിബ്ബായ ഈ സ്വഹാബിയെ ചുംബിക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പെണ്ണിന്റെ സൗന്ദര്യം ഖബറിൽ നിറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ, എന്റെ പെണ്ണുങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഞാനവിടെ നിന്ന് ഓടിയ പുണ്യനബി ഈ ഹദീസിന്റെ അവസാനം സ്വഹീഹ് മുസ്ലിം കൊടുത്തത് വലം യസ്ജുദിലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. പിന്നെന്തുണ്ട്? സ്നേഹിക്കേണ്ട ആളോട് സ്നേഹമുണ്ട്, ബഹുമാനിക്കുന്ന ആളോട് ബഹുമാനമുണ്ട്. അത് തന്നെ അതിന്റെ പുറം ഹബ്ബത്ത് ഹർദലില്ല, ഒന്നുമില്ല. സ്നേഹമാണ്. ചിന്തിക്കും. നാടാകെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് നടക്കൽ സുന്നത്താണ്. കേരളമാകെ ദീൻ പ്രചരിപ്പിച്ച പതി അബ്ദുൽ ഖാദർ മുസ്ലിയാര് ചിലപ്പോൾ മഞ്ചലിൽ ചുമന്നുകൊണ്ട് ഇറക്കും അവരെ. എന്നാൽ ഓച്ചിറയിലെത്തിയാൽ ഇറങ്ങുമ്പോൾ ചെരുപ്പ് വെച്ച് കൈ പിടിക്കും. ഇടത്ത കൈ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇറങ്ങുള്ളൂ. ഓച്ചിറയിൽ ബസ് ഇറങ്ങിയാൽ ചെരുപ്പ് വെച്ച് കൈ പിടിക്കും എന്നാണ് എന്ത്? അപ്പോൾ ചോദിക്കുന്നവൻ ചോദിക്കും, സുന്നത്തല്ലേ, സുന്നത്ത് ഉപേക്ഷിക്കല്ലേ? സുന്നത്തെ പഠിച്ചിട്ടുള്ളൂ, ഫർദ് പഠിച്ചിട്ടില്ല. ചെരുപ്പ് ഇടൻ സുന്നത്താണെങ്കിൽ ചിലപ്പോൾ അഴിക്കൽ. ഇവൻ സുന്നത്ത് മാത്രം പഠിച്ചിട്ട് പോയി പിന്നെ അതിന്റെ ബാക്കി പഠിക്കും. അങ്ങനെയുണ്ടോ? എന്തുകൊണ്ട് ഉസ്താദിന്റെ ഖബറിന്റെ ചിന്തയ്ക്ക് ചെരുപ്പുകൾ സുന്നത്താക്കിയ റബ്ബിനെ മൂസാ നബിയോട് പറഞ്ഞു, ഇവിടെ തഫ്സീറൊക്കെ എന്താണ് അതിന് കാരണം? ഇമാം റാസിഖ് തങ്ങളുടെ തഫ്സീറൊക്കെ പേരിൽ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹ് ചെരുപ്പഴിക്കാൻ പറയുന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഒരു കാരണം പറയുന്നുണ്ട്. സയ്യിദുനാ ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൂസാ നബിയുടെ മുൻഗാമികളായ 70ഓളം നബിമാർ ആ താഴ്വരയിൽ ആട് മേച്ചിരുന്നു.
അപ്പോൾ മുൻഗാമി ആട് മേച്ച് നടന്നു പോയ മണ്ണിനെ പോലും പിൻഗാമി ബഹുമാനിക്കും. സുജൂദിലാണ് ആട് മേച്ചത്. ആ താഴ്വരയിൽ എന്താണത്? ആട്ടുനഷ്ടം. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ താഴ്വരയിൽ പോയിട്ടുണ്ട്. കുതിരക്കാഷ്ടം, ഒട്ടകക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം. ഇപ്പോൾ തുവായിലെത്തിയ ചെരുപ്പഴിച്ചിട്ട് നടക്കും. ഞാൻ നടന്നിട്ടുണ്ട്. അവർ ചെരുപ്പഴിച്ചോക്കണം. എന്തേ? മുസാനബിയുടെ മുൻഗാമി തികച്ചും ഭൗതികമായ വിശാലമാകുന്നത്. പക്ഷെ മുൻഗാമിയുടെ മഹാനായ മുൻഗാമിയുടെ ഭൗതികമായ കാര്യം പിൻഗാമിക്ക് ആത്മീയതയും. മഹാന്റെ ആത്മീയ ഭൗതികത പിൻഗാമിക്ക് ആത്മീയതയാണ്. അങ്ങനെ തന്നെ വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. ഇതാണ് ഈ ചെരുപ്പ്, ഈ മുസാനബിയുടെ ചെരുപ്പിനെ പിന്നീട് ഇസ്രായേൽ ബഹുമാനിച്ചു. മൂസാനബി വഫാത്തായപ്പോൾ മൂസാനബിയുടെ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിയർ ഒരു പെട്ടി ഉണ്ടാക്കി. പെട്ടി അടിച്ചുണ്ടാക്കി. പെട്ടി സൂക്ഷിക്കാൻ പത്തായം ഉണ്ടാക്കി. പത്തായത്തിൽ പെട്ടി വെച്ചിട്ട് ആഘോഷമാക്കി പെട്ടി കൊണ്ടുപോയി പത്തായത്തിൽ വെക്കും. എന്നിട്ട് പത്തായം അടച്ച് താക്കോൽ ഇസ്രായേലി ഗ്രാമമുഖ്യന്റെ കയ്യിൽ സൂക്ഷിക്കും. ഈ പെട്ടിയിലെ എന്താ പെട്ടിയിലുള്ളത്? മൂസാനബിയിലെ ചെരുപ്പ്. കാലം ഇടാൻ മാത്രം വലിയ ചെരുപ്പല്ല. നിമ്മ തറക്ക ആലും മൂസാന, തറക്ക ആലും മൂസാന. അതായത് നടന്ന് തേങ്ങ കഴിക്കും. ഇത് ഏതെങ്കിലും ജമാഅത്തിന് കയറിയിട്ട് കള്ളന്മാർ കൊണ്ടേറ്റില്ലെങ്കിൽ ഒരു കൊല്ലണ്ടില്ല. അങ്ങനെ മൂസാനബി നടന്ന് തറക്കാം. ചെരുപ്പ് ചെരുപ്പിടാൻ പെട്ടി ഉണ്ടാക്കി. പെട്ടി സൂക്ഷിക്കാൻ പത്തായത്താക്കി. പത്തായത്തിൽ പെട്ടി വെക്കുന്നത് ആഘോഷമാക്കി. എന്നിട്ട് ഗ്രാമമുഖ്യന്റെ കയ്യിൽ താക്കോൽ സൂക്ഷിക്കും. അക്കാലത്ത് ഇസ്രായേലികളിൽ രോഗമുണ്ടായിരുന്നില്ല. തീർത്തും ഇസ്രായേലിലെ പെണ്ണുങ്ങളെ മുഖം ഉയർത്തി നോക്കാൻ പോകുമ്പോൾ അമാരിക്കാൻ ഗോത്രക്കാർക്ക് ഭയമായിരുന്നു. അമാരിക്കാൻ ഗോത്രക്കാർ എന്നും ഇസ്രായേലിലെ ശത്രുക്കളാണ്. പക്ഷെ അവർക്ക് ഇസ്രായേലി പെണ്ണുങ്ങൾ അതിസുന്ദരിയാണ്. പക്ഷെ അവരെ നോക്കാൻ പേടിയ. എന്തോ ഒരു ഉറപ്പ്, ഉള്ളിൽ ഒരു പേടി. ഇവരെ പെണ്ണുങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അടി കിട്ടുമെന്ന പേടി. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിയർ ഈ പെട്ടിയെ അവഗണിച്ചു. ആദ്യം യുദ്ധത്തിന് പോകുമ്പോൾ ഇസ്രായേൽ ഈ പെട്ടി ഏറ്റിപ്പോകും. എന്നിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പെട്ടി മുന്നിൽ വെക്കും. അള്ളാഹുവിനോട് ദ്വാരക്കും വിജയം കിട്ടും. എന്താ പെട്ടിയിലുള്ളത്? ആറ്റമ്മല്ല. യുദ്ധത്തിന് പോകുമ്പോൾ ആറ്റമ്മ ഉണ്ടായ തിരക്കില്ല. വാളുക്കുന്തോ അതുമല്ല. എന്താണ് പറ? ചെരുപ്പ് എന്ന് പറയല്ല. ഇന്ത്യൻ തേങ്ങ ചെരുപ്പല്ല. മൂസാനബി അലൈഹിസ്സലാം നടന്ന് തേങ്ങ ചെരുപ്പ്. അത് മുന്നിൽ വെച്ച് പറഞ്ഞാൽ നല്ല പ്രതിഫലം കിട്ടും, നല്ല വിജയം കിട്ടും. പിൽക്കാലത്ത് ഇസ്രായേലിൽ അത് പരിഗണിച്ചില്ല. അപ്പൊ എന്തുണ്ടായി? അമാലിക്കാരെ ഈ പെട്ടിയെ കണ്ടുകൊണ്ടുപോയി. അതോട് ഇസ്രായേലിൽ ക്ഷീണമുണ്ടായി. ഇസ്രായേലി ഗ്രാമങ്ങൾ അമാലിക്കാർ കൊള്ളയടിക്കൽ പതിവായി. ഇസ്രായേലിലെ സുന്ദരി കുരിശുകാര പെണ്ണുങ്ങളെ പച്ചപ്പകലിൽ പോലും വേർപ്പ് ചെയ്യാൻ, ബലാത്സംഗം ചെയ്യാൻ അമാലിക്കാർ ഗോത്രക്കാർക്ക് മടിയില്ലാതായി. എവിടെയും ജാനസന്താനം ഇസ്രായേലിൽ വഴങ്ങി. കാരണം അവരുടെ കയ്യിൽ ബഹുമാനത്തോടെ സൂക്ഷിച്ച മഹാന്റെ ചെരുപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നത് പാനൂത്തിന്റെ കാലത്താണ്. അവിടെ ഭയങ്കര ആയത്തുണ്ട്. فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. ചെരിപ്പിട്ടപ്പെട്ടിയും മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. എന്തുകൊണ്ട്? ഈമാൻ എന്നാൽ മഹാന്മാരെ തഅ്ലീം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ ചരിത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അവര് അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളായിരിക്കും.
അള്ളാഹു അവനെ സ്നേഹിക്കും. അങ്ങാണ് മഹാനാവണമെങ്കിൽ അള്ളാഹു അവരെ സ്നേഹിക്കും. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചാലും പോരാ, ആ സ്നേഹം ഒറിജിനൽ ആണെങ്കിൽ അള്ളാഹു അവരെ സ്നേഹിക്കും. അപ്പോൾ പിന്നെ കണ്ടും ഒട്ടും അവിടെ പിന്നെ ക്ലിയറാവും. അതുകൊണ്ട് മർത്തബത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ഇരുവാനാണ്, മഹാന്മാരുടെ ബേസ് ഇരുവാനാണ്. والسابقون الأولون من المهاجرين نربيهم മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നില്ല, അവസാനിപ്പിക്കണം. വളരെ നമ്മൾ ചിന്തിക്കണം. കുത്തുരിയത്തൊക്കെ തുടങ്ങാനുണ്ട്. ഞാനിതിനൊരു അടിത്തറ പറഞ്ഞു എന്നാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ അടിത്തറ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട എന്താ ഞാൻ പറഞ്ഞത്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم. ഒന്നാമത്തെ മർത്തബ അല്ലാഹു അവരെ സ്നേഹിക്കും. അല്ലാഹു അവർക്ക് പൊരുത്തം കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത്? അവർ അല്ലാഹുവിന്റെ മുഹബ്ബീങ്ങളാണ്. അപ്പോൾ പിന്നെ അവർക്ക് എന്തും നടക്കും. അവരെ വിമർശിച്ചാലും മഹാന്മാരുടെ രക്തത്തിലും അവരെ അഭിമാനത്തിലും വിഷമുണ്ടായി. അവരെ ആര് വിമർശിച്ചാലും പരാജയപ്പെടും. അവർക്ക് ദുനിയാവിൽ എന്തും നടക്കും. ഇന്നലെ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ആളുകൾ എപ്പോഴും അവര് ഏതൊരു കാര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെ ആസ്വാദനത്തിലായിരുന്നു. അവർക്ക് തൊട്ടവരെല്ലാം വിജയിക്കും. മുസ്ലിമായ ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവർ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, പൊന്നുമോനെ നീ അല്ലാഹുവിന്റെ മാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആര്? ബഹുമാനപ്പെട്ട ഈ കിടക്കുന്ന മനുഷ്യൻ. ആ കുട്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ വന്നു. പിന്നെ എന്തുണ്ടായി? കിതാബോടെ പഠിച്ച ആലിമായി വലിയ വലിയ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അത്ഭുതങ്ങൾ പോലും പുറത്ത് കിടന്ന പറയുന്ന മഹാനായി അകലാട് കിടക്കുന്ന മുഹമ്മദ് മുസ്താദ് എന്ന മഹാന് ആ മനുഷ്യൻ ക്രിസ്ത്യാനിയായിരുന്നു. ഇവിടുത്തെ വാക്കുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞതാണ്, നീ മുസ്ലിമാണ്. അവരെന്ത് പറഞ്ഞാലും അത് നടക്കും. അവർ എന്ത് പറഞ്ഞാലും ഏത് കാര്യം അവർ തുറന്നു പറഞ്ഞാലും ആ കാര്യത്തെ റബ്ബ് നടത്തിക്കൊടുക്കും. എന്ത് പറഞ്ഞാലും നടക്കും. തന്റെ കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി ഒരു മനുഷ്യനെ ഈ പറയുന്ന ഈ മുടിക്കെഴുതി വന്നു. ബഹുമാനപ്പെട്ടവരോട് തന്റെ കുട്ടിയുടെ കാര്യം പറയാം. അപ്പോൾ ഇവിടെ പരിസരത്ത് വൈകിത്തറ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാരുടെ വാളുണ്ടായിരുന്നു. ആ വാളിന് പോകാൻ വേണ്ടി പറഞ്ഞു. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞു. തിരിച്ചു വന്നു. കുട്ടിയുടെ ഒരു വിഷമം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വായ തുറക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുട്ടിയുടെ കാര്യം എന്ത് പറയാൻ? നിങ്ങളെ കുട്ടിയെപ്പറ്റി ഞാൻ ലൗഹിൽ നോക്കിയപ്പോൾ 6 മാസം മാത്രമേ ആ കുട്ടിക്ക് ആയുസ്സുള്ളൂന്ന് ലൗഹിൽ എഴുതി വെച്ചതായി ഞാൻ കണ്ടു. ആര് പറഞ്ഞ്? ബഹുമാനപ്പെട്ട മഹാനായ മുടിക്കൽ മാനവന അബ്ബക്കർ മുസ്ലിം. ഈ മനുഷ്യൻ ഒന്നിന്റെ അല്ലാഹു തന്നെ തിരിച്ചു പോയിട്ട് തന്റെ ചുമരിൽ കരിക്കഷ്ണം കൊണ്ട് കൃത്യമായി എഴുതി വെച്ചു. സുബ്ഹാനല്ലാഹ്, കൃത്യമായ മാസം ആ കുട്ടി മരണപ്പെട്ടു. എന്ത് പറഞ്ഞു? മലബാറിൽ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു തെനാട്ടിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ തെനാട്ടിൽ തന്റെ ജോലിക്കാരനെ 4 വർഷം കൊണ്ട് പൊടിയുന്നത് കേട്ടു. സാധുവായ തൊഴിലാളി മുതലാളിയുടെ മുന്നിൽ പഴുങ്ങിയിട്ട് പൊട്ടിക്കരയുന്നു. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവര് തൊഴിലാളിയെ പിടിച്ച് ആസ്വദിച്ച് പറഞ്ഞു, നീ ബേജാറാകണ്ട, ഇത് ഇയാളുടെ അവസാനത്തെ അക്ഷരമാണ്.
20 മിനിറ്റേ കഴിഞ്ഞുള്ളൂ. അവിടെ കിടന്ന് മുതലാളി മരിച്ചുപോയി. എന്ത് പറഞ്ഞാലും റബ്ബ് നടത്തി കൊടുക്കും. ഇക്കാലത്ത് മഹാന്മാരായവർ വഴി മുഴുവനും ഈ വഴിയാണ്. ഈ നാട്ടുകാർ പറയുന്ന ഒരാളുണ്ടല്ലോ മിണ്ടാത്ത മുസ്ലിയാരെ. പിന്നീട് അള്ളാഹുവിന്റെ മുത്തുബീങ്ങളിൽ അറിയപ്പെട്ട മഹാനായ ചിന്തിക്കണം. എവിടുന്ന് സിയം തന്റെ ഭണ്ഡാരം നിറച്ചത്? അത് മുടിക്കലിൽ വന്നാണ്. മുടിക്കലിൽ അക്കാലത്ത് സിഎമ്മിന്റെ പേര് മിണ്ടാത്ത മുസ്ലിയാരെയാണ്. ഒന്നിങ്ങനെ നിൽക്കും. ഇപ്പോ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിൽക്കുക. ഇടയ്ക്ക് നിസ്കരിക്കാൻ പോകും, പിന്നെ അവിടെ നോക്കും. അടുത്ത ജമാഅത്തിനോ പിന്നെ അവിടെ നോക്കും. വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ കാണിക്കും. ഇന്നത്തെ കാര്യം എന്ന് പറയും എന്താ പണി ഇങ്ങനെ നിൽക്കുക. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട മാടവനബൂക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഇങ്ങനെ തന്നെ നിൽക്കും, മിണ്ടാതെ നിൽക്കും. എന്നെ പണി മാസങ്ങൾ ഈ മുടിക്കലിൽ ബഹുമാനപ്പെട്ടവരുടെ അളത്തിലൊന്നും മിണ്ടാതെ നിന്നിരുന്നു. നമ്മൾക്ക് അത് മിണ്ടാതിരിക്കല, നമുക്കത് മിണ്ടാതിരിക്കല. എന്നാൽ അവർക്കത് മിണ്ടലാണ്. അവരുടെ മിണ്ടൽ നമുക്ക് തിരിയൂല. എന്ത്? നമുക്ക് കണ്ണില്ല. നമുക്ക് വാളിന്റെ അപ്പുറത്ത് വാഴയെയോ കണ്ണിന്റെ അപ്പുറത്ത് കണ്ണിനെയോ അറിയൂല. അകറ്റുള്ള മനുഷ്യന്മാരാണ് ഈ സിയമുബിനാഹരായ മഹാനായ പ്രദർശിപ്പിച്ചിരുന്ന ഒരുപാട് രോഗം മാറ്റലുകൾ മരിച്ചവരെ ഹയാത്താക്കിൽ അടക്കം വരെ സിയം വലിയതായി ചെയ്തിട്ടുണ്ട്. സംശയം വേണ്ട. സംശയം എല്ലാം ആർക്കും നിഷേധിക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന ഇന്നും മരിക്കാത്ത സിദ്ദീഖ് ഹസന് ജോലി ശരിയാകാതെ വന്നപ്പോൾ വേങ്ങരപ്പായ പാപ്പാനെ പോയിട്ടുണ്ട്. അപ്പോൾ വേങ്ങരപ്പായ പാപ്പ പറഞ്ഞു, ദിവസം പറഞ്ഞു, ഇന്നാലിന്ന ദിവസത്തിനുള്ളിൽ ഇന്നാലിന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോലി ശരിയാവുന്നതാണ്. ചിന്തിക്ക് പറഞ്ഞ ദിവസം, പറഞ്ഞ സമയം, പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടക്കാലത്ത് അമീറാവുന്ന സിദ്ദീഖ് ഹസന് ജോലി വാങ്ങിക്കൊടുക്കണം. തിരുവനന്തപുരത്ത് വിളിച്ചു പറയല്ല. കുഴങ്ങിയപ്പോൾ പാപ്പയെ മരിച്ചിട്ടുള്ളൂ. പാപ്പ മരിച്ചു. അന്ന് കൂടെ പോയ ആളും മരിച്ചു. സിദ്ദീഖ് ഹസൻ ഇത് നിശ്ചയിക്കാൻ കഴിയില്ല. അവരൊക്കെ എന്നറിയും. അന്ന് കൂടെ പോയ ആളുകളെ ഞാനറിയും. സിദ്ദീഖ് ഹസൻ നിശ്ചയിക്കാൻ കഴിയില്ല. വളരെ ചിന്തിക്കും. ആ പാപ്പ ബഹുമാനിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ ഏറ്റവും പ്രധാനികളായി അറിയപ്പെട്ട മഹാന്മാരെല്ലാം ബഹുമാനപ്പെട്ട കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മഹാനായ ബീരാനോലിയ പ്രാപ്തി, ഇവരെല്ലാം ബഹുമാനിച്ചിരുന്ന മഹാനാണ്. അവർ സമാജ കുത്തുബായിരുന്നു. സമാജ കുത്തുബായിരുന്നു. അല്ലാഹു തആല അങ്ങനെ തൗഫീഖ് കൊടുക്കും. ഒരിക്കൽ ഒരു സാധുവായ മുസ്ലിയാർ എന്ത് ചെയ്ത് തന്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹസ്തമോദി, സമാജ കുത്തുബിന് വേണ്ടി ഒരു ഹസ്തമോദി ആരോടും പറഞ്ഞില്ല. രഹസ്യമായി തന്റെ ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സാധിച്ചു കിട്ടാൻ വേണ്ടി രഹസ്യമായി ഒരു ഹസ്തമോദി നിർത്തിയാക്കി. ഹസ്തമോദി ആൾക്ക് സമാനിന്റെ അക്കാലത്തെ സമാനിന്റെ കുത്തുബിന് വേണ്ടി ഹസ്തമോദി ഹദിയ ചെയ്ത്. അന്നൊന്നും ഈ മനുഷ്യനെന്തറിയില്ല ആരാണ് സമാനിന്റെ കുത്തുബ്. കുറെ കാലം കഴിഞ്ഞു ഒരു സദസ്സിൽ വെച്ച് ആലുവായ അബൂബക്കർ മുസ്ലിയാരെ കണ്ടപ്പോൾ മുസ്ലിയാരോട് പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങളോടെ ഹസ്തം എനിക്ക് എത്തിയിട്ടില്ല എന്ന്. എങ്ങനെയുണ്ട് ഈ മനുഷ്യൻ സമാജ കുത്തുബാനോയെന്ന് സംശയമായിരുന്നു. ഒരിക്കൽ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ മുടിക്കൽ മാധവൻ അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ ആലോചനയിലൂടെ പോയി ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഒരാൾ വരുന്ന അയാൾ ഇപ്പോഴത്തെ സമാജ കുത്തുബിനെ കണ്ടുവരികയാണ്. അപ്പോൾ കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു. അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. അവരെ മനസ്സിലാക്കാനുള്ള ഉപകരണം നമ്മുടെ കയ്യിൽ ഇല്ല. നമുക്ക് കഴിയൂല. പിന്നെ എന്ത് ചെയ്യും? മുഅ്മിനീങ്ങൾക്ക്
ഈമാൻ ഉണ്ടാവുന്നവർ ഉറപ്പിക്കും, അവർക്കതിന് അടയാളം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാത്തവർക്ക് എന്താണെങ്കിലും അടയാളം ഉണ്ടാവില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ചന്ദ്രനെ പുറത്തിയപ്പോഴും തമ്മാടികളായ ഖുറൈശികൾ പറയും, സിഹറുക്കല്ലോ മഅലീം, ഇന്ന് നിന്റെ സിഹർ വല്ലാത്തൊരു സിഹറായി. ഇത്ര വലിയ സിഹറൊക്കെ നീ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം താമസിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ ഇത് ചിന്തിക്കും. ഇവിടെ ഈ കിടക്കുന്ന മഹാനെ ജമാലിന്റെ കുത്തുബായിരുന്നു. അവരുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് മഹാനായ ജീവപരിയുള്ള അവരുടെ ആത്മീയ രംഗത്തെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. 40 കൊല്ലം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. ആത്മീയ നേതാക്കളിൽ, ആത്മീയ സന്തതികളിൽ ശിഷ്യന്മാരിൽ ഒരാളാണ് മഹാനായ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. അവരുടെ ദർജ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയൂല. അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ജനാനവർക്ക് എത്ര ആളുകളെയാണ് ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് കൊണ്ടുവന്ന് ഔലിയാക്കളാക്കിയത് എന്ന് കണക്കില്ല. എത്രയെത്ര തമ്മാടികളായ ആളുകളെയാണ് ആ തമ്മാടി പരമ്പരയെ നിർത്തിയിട്ട് ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വരികയും ദീനിന്റെയും മഅരിഫത്തിന്റെയും മാർഗത്തിൽ അവരെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് കണക്കില്ല. സമുദായത്തിന്റെ സമൂഹത്തിലുള്ള എല്ലാ തുകയിലുള്ള ആളുകളും CS മുഹമ്മദ് സാഹിബിനെ രാഷ്ട്രീയ നേതാവാക്കി കേരളത്തിന്റെ അഭിമാനമാക്കി ഉയർത്തിയതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ബാബഭക്തങ്ങളെ കൈയുണ്ടെങ്കിൽ ആ ബാബഭക്തങ്ങളുടെ സമ്മതം വാങ്ങിയത് മഹാനായ മാനവന അബൂബക്കർ മുസ്ലിയാർ അവരുടെ നാവിൽ നിന്നായിരുന്നു. എല്ലാ നിലയിലും ചരിത്രത്തിൽ നമ്മുടെ ചരിത്രം കണ്ട എന്തൊക്കെ സാമൂഹികവും കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് മുസ്ലിം സമുദായത്തെ മാറ്റം കാട്ടിയ മഹാന്മാരിൽ മഹാനാണ് ബഹുമാനപ്പെട്ട മാടവൻ അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരെ പോലത്തെ മഹാന്മാർ അതാണ് എന്താ ദീനിന്റെ ഒരു മാർഗം കാണിക്കുക, ഹിദായത്ത് കാണിക്കുക. മറ്റു കറാമത്തുകൾക്ക് പുറമെ കണ്ടത് എന്ത് പറഞ്ഞാലും എന്തും എന്റെ വാപ്പയുടെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ ഒരു പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ആ പ്രയാസം ബഹുമാനപ്പെട്ടവരിൽ സാധിപ്പിച്ചു കിട്ടിയ വിവരം എന്റെ വാപ്പ ഒരു 10 മിനിറ്റ് വാപ്പ ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ നിന്നപ്പോൾ അക്കാലം വരെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രധാനപ്പെട്ട ഒരു പ്രയാസം നീങ്ങിപ്പോയ സംഭവം അനവധി തവണ വാപ്പനോട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് അല്ലാഹു തൗഫീഖ് കൊടുത്ത മഹാന്മാരുടെ പന്ഥാവാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ ചില ആളുകൾ ഇതൊക്കെ നിഷേധിക്കും, അങ്ങനല്ല മഹാന്മാരില്ല എന്നൊക്കെ പറയും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണം അവരുടെ സംഘടനയിൽ അങ്ങനത്തെ ആളുകൾ ഇല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും കുറുക്കം പറഞ്ഞല്ലോ, മുന്തിരിക്കിപ്പോൾ പഴയതുപോലെയല്ല, മുന്തിരിക്ക് പുള്ളിയാണ്. അങ്ങനെ ഇപ്പോഴുണ്ട് ഈ ഉമ്മത്തിൽ ഒരു വാക്കട് പറഞ്ഞാൽ അത് അല്ലാഹു നടത്തിക്കൊടുക്കുന്ന ആളുകൾ സുന്നത്തമായിട്ട് കല്ലുകാരിൽ ഇന്നും ജീവിച്ചിട്ടുണ്ട്. ആ മഹാന്മാരുടെ മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുന്നിൽ നിന്ന് സമുദായത്തെ നയിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട മാധവൻ അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമാനിലും കുത്തുബിങ്ങളിൽ കേന്ദ്രസ്ഥാനത്തുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അല്ലാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ പന്ഥാവിലല്ലാതെ, ഇത്തരം മഹാന്മാരുടെ പന്ഥാവിലല്ലാതെ ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ സാധ്യവുമല്ല. മുഅ്മിനീങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ കയറണം. അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരുന്ന അങ്ങനത്തെ മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ മസ്ജിദിൽ പ്രവേശിക്കാൻ എന്റെ നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇനി മുത്തുബിയത്തടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ളത് കൊണ്ട് നേരം വൈകിയാൽ അത് ഒരു പ്രയാസമാകും എന്നതുകൊണ്ടും ഞാനിവിടെ പറഞ്ഞത് വിഷയത്തിന്റെ ഒരു വാതിൽ തുറന്നു വെക്കുക എന്ന നിലക്ക് മാത്രമാണ്. മഹാന്മാരെ മനസ്സിലാക്കാത്തവർക്ക് ഖുർആൻ മനസ്സിലാക്കുകയില്ല. ഖുർആൻ മഹാന്മാരെ പന്ഥാവിൽ പോകാനാണ് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കി മഹാന്മാരെ മസ്ജിദിൽ പ്രവേശിക്കാൻ എന്റെ നഫ്സിനോടും എല്ലാവരോടും
ആവശ്യപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മിനായിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക ദറജയും ഷഹീദിന്റെ പദവിയും അല്ലാഹു അവർക്ക് നൽകട്ടെ. അല്ലാഹു പ്രയാസങ്ങളെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാരെ മഹത്വം കൊണ്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സമുദായത്തിന് അത്താണിയായ വലിയ ആകുന്ന വലിയ വലിയ മഹാന്മാർ ഇനിയും പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്. അവർ പ്രത്യക്ഷപ്പെട്ടാലേ മുസ്ലിം സമുദായത്തിന്റെ പ്രയാസം തീരൂ. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസത്തെ തീർത്തു തരട്ടെ. മഹാന്മാരുടെ കൂടെ ഏത് മഹാന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാന്റെ മാർഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരോടുകൂടെ ഫിർദൗസിൽ കൂടാനും മഹാന്മാരുടെ നോട്ടത്തിലായി സിറാത്ത് കടക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കിത്തരട്ടെ. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീക്കിത്തരട്ടെ. മഹാന്മാരുടെ മഹത്വം അംഗീകരിക്കുകയും അവർ നടന്നു പോയ വഴിയെ പിൻപറ്റുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. സമുദായത്തിൽ നിന്ന് അകന്നുപോയി യഥാർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് അകന്നുപോയ വിഭാഗങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നമ്മളെ മക്കളെയും നമ്മളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സുന്നത്യമായത്തിന്റെ അകക്കാമുള്ള സുജാണികളും മുത്തഖീങ്ങളുമായ ആലിമീങ്ങളെ കൊണ്ട് നമ്മുടെ പരമ്പരയെ അല്ലാഹു തആല ധന്യമാക്കട്ടെ. കാലഘട്ടത്തിൽ ദജ്ജാലുകൾ ബഹുമാനിക്കേണ്ടിടത്ത് അവമതിക്കുന്ന ദജ്ജാലുകൾ വരും.